എല്ലാവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ബന്ധങ്ങൾ എന്നതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ബന്ധം എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് സംസാരിച്ചു. പ്രപഞ്ച വ്യവസ്ഥയിൽ ബന്ധങ്ങൾ എന്നുള്ളതിന് വല്ലാതെ പ്രാധാന്യമുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന ഒരു വസ്തു, ആ വസ്തു മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ പുറകിൽ ഒരുപാട് പശ്ചാത്തലങ്ങളുണ്ട്. ഇവ ചേർത്ത് വായിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ വസ്തുവിനെ പൂർണ്ണമായും അറിയാൻ കഴിയില്ല. അതെന്തെന്നോ എന്തിനെന്നോ, അതിന്റെ ധർമ്മം എന്തെന്നോ അതിന്റെ മൂല്യം എന്തെന്നോ നമുക്കറിയാൻ കഴിയില്ല. അപ്പൊ അത് മനസ്സിലാകണമെങ്കിൽ അതിനെ അങ്ങനെ നിലനിർത്തുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബന്ധം എന്ന് പറയുന്നത്. ഇപ്പൊ പ്രപഞ്ച വ്യവസ്ഥയിൽ ഒട്ടേറെ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിൽ പിന്നെ ബോധം എന്നുള്ള ഒരവസ്ഥ, പ്രപഞ്ചത്തിന്റെ ബോധം എന്നുള്ള ഒരവസ്ഥയാണ് പല ഘട്ടങ്ങളിലൂടെ കടന്ന് ദ്രവ്യമായി മാറുന്നത്. ഈ ഓരോ ഘട്ടങ്ങളും കടക്കുന്നതിന് ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിന് അതീതമായും ക്രമങ്ങളെ സൂക്ഷിക്കുവാൻ വേണ്ടി ബോധം കണ്ടെത്തുന്ന വിവേകപൂർണമായ ഒരു സങ്കേതമാണ് ബന്ധമെന്ന് പറയുന്നത്. അപ്പോൾ ബന്ധങ്ങള് നമ്മൾ ഇന്നലെ ബോധത്തിൽ നിന്നും ഒരു ദ്രവ്യം എന്നുള്ളൊരു അവസ്ഥ വരെയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് ഒരു ദ്രവ്യം ഒരു വ്യവസ്ഥയാകുന്ന സമയത്ത് ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് എങ്ങനെയാണ് ഈ ബന്ധങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: റിലേഷൻഷിപ്സ് ഇൻ സിസ്റ്റംസ് സസ്റ്റെയിൻ സ്റ്റെബിലിറ്റി ത്രൂ ഇൻഡിപെൻഡന്റ് പാറ്റേൺസ് ഓഫ് ഓർഡർ. വ്യവസ്ഥയിലെ ബന്ധങ്ങൾ. വ്യവസ്ഥാ നിയമം പ്രകാരം ഓരോ വ്യവസ്ഥയും മുഖ്യമായ 6 വിന്യാസങ്ങൾ പ്രകടമാക്കാറുണ്ട്. ഓരോ വിന്യാസവും ഒന്നിലധികം ബന്ധങ്ങൾ വഴിയാണ് നടപ്പിലാകുന്നത്. ചാക്രിക വിന്യാസത്തിൽ കാരണ ഫലബന്ധമാണ് മുഖ്യം. ഉദാഹരണമായി ജലചക്രത്തിൽ ആവി മേഘമാവുകയും മഴയായി വീണ്ടും ജലമായി മാറുകയും ചെയ്യുന്നു. കൂടായ വിന്യാസത്തിൽ ഘടകസമഗ്രതയുടെ ബന്ധമാണ് മുഖ്യം. കോശങ്ങൾ ചേർന്ന അവയവമാകുന്ന ഇതിന് ഉദാഹരണം. പ്രവാഹ വിന്യാസത്തിൽ കൈമാറ്റ ബന്ധം പ്രവർത്തിക്കുന്നു. രക്തം ശരീരത്തിലൂടെ ഒഴുകുന്നത് ഇതിനുദാഹരണം. ജാലികാ വിന്യാസത്തിൽ പരസ്പര ആശ്രിത ബന്ധം കാണാം. ഭക്ഷ്യജാലം ഇതിനുദാഹരണം. വികാസ വിന്യാസത്തിൽ രൂപാന്തര ബന്ധം പ്രവർത്തിക്കുന്നു. വിത്ത് വൃക്ഷമാകുന്നത് ഇതിന് ഉദാഹരണം. ചലനാത്മക തുലനാ വിന്യാസത്തിൽ സന്തുലന ബന്ധമാണ് മുഖ്യം. ശരീരം താപനില നിയന്ത്രിക്കുന്നത് ഇതിന് ഉദാഹരണം. ഈ വിധത്തിൽ പ്രതിലീന ബന്ധങ്ങളാണ് സ്ഥിതികത്വമുള്ള വ്യവസ്ഥകളെ അതായി നിലനിർത്തുന്നത്. അപ്പോ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ഈ വാചക ഘടനയൊക്കെ അല്പം കഠിനമായിട്ട് തോന്നും. രാഹുലൊക്കെ ഏതായാലും കുറച്ച് തവണ കേട്ട് കഴിയുമ്പോൾ അത് ബോധ്യമാവും. എന്താണെങ്കിലും അത് നമുക്ക് ബോധ്യപ്പെടാൻ ശ്രമിക്കാം. ഈ വ്യവസ്ഥാ നിയമം എന്ന് പറയുന്നത് ഇതാണ്: പ്രപഞ്ചത്തിലെ നമ്മൾ കാണുന്ന, പേരിട്ട് വിളിക്കാവുന്ന എല്ലാം, അല്ലെങ്കിൽ സത്തകൾ എന്ന് പറയാവുന്നതെല്ലാം ആ കാണുന്ന വസ്തു എന്ന രൂപത്തിലല്ല മനസ്സിലാക്കേണ്ടത്. അതിനെ ഒരു വ്യവസ്ഥയായി മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെ ശരീരം എടുത്തു കഴിഞ്ഞാൽ ശരീരം ഒരു വസ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കത് വെറും ഒരു ഡെഡ് ഓബ്ജക്റ്റ് ആണ്. അതേസമയം അതൊരു വ്യവസ്ഥ എന്ന രീതിയിൽ മനസ്സിലാക്കുന്ന സമയത്ത് അതിന് അതിന്റെ പ്രവർത്തനക്ഷമത, പ്രവർത്തിക്കാൻ കാരണമായ അതിന്റെ സംഘാടനം, അതിന്റെ രൂപം, അതിന്റെ സ്ഥാനം, അതിന്റെ കാലം, ഇങ്ങനെ ഒട്ടേറെ മാനങ്ങൾ അതിന് വരുന്ന, ഒട്ടേറെ ആട്രിബ്യൂട്ട്സ്, ഗുണങ്ങൾ അതിന് വരുന്നതായിട്ട് കാണാം. അങ്ങനെ ഉള്ള ഒന്നിനെയാണ് വ്യവസ്ഥ എന്ന് പറയുക. ഒരു വ്യവസ്ഥ ഉണ്ടാകുന്നത് കുറെ ഘടകങ്ങൾ ചേർന്നിട്ടാണ്. ഘടകങ്ങളുടെ ആകത്തുകയുണ്ടല്ലോ. ഇപ്പൊ എന്റെ ശരീരത്തിൽ കുറെ അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങളെല്ലാം കൂട്ടിവെച്ചാൽ ഞാനാകില്ല. ഈ അവയവങ്ങളെല്ലാം സവിശേഷമായ രീതിയിൽ സന്നിവേശിപ്പിച്ചാൽ മാത്രമേ ഞാൻ എന്നുള്ളത് ഉണ്ടാവുകയുള്ളൂ. അപ്പോ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് അതിന്റെ ഘടകങ്ങളുടെ ആകത്തുകയിലും അധികമായിരിക്കും. ഒരു സൈക്കിളിന്റെ ഘടകഭാഗങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്താൽ സൈക്കിൾ ആവില്ല. ഘടകഭാഗങ്ങളെല്ലാം കൂടെ ചേർത്ത് സവിശേഷമായ രീതിയിൽ ഓർഗനൈസ് ചെയ്താലേ സൈക്കിൾ ആവുകയുള്ളൂ. അപ്പോൾ ഈ ചേർച്ചയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുക. അപ്പോ ഈ ഒരു വ്യവസ്ഥ അതിലും വലിയ ഒരു വ്യവസ്ഥയുടെ ഭാഗമായിരിക്കും, ഘടകമായിരിക്കും. ഞാൻ എന്നുള്ളത് ഭൗമ വ്യവസ്ഥയുടെ ഭാഗമാണ്. എന്റെ അവയവം എന്ന് പറയുന്നത് ഞാൻ എന്നുള്ള വ്യവസ്ഥയുടെ ഭാഗമാണ്. കലകൾ എന്ന് പറയുന്നത് എന്റെ അവയവങ്ങളുടെ ഭാഗമാണ്. അങ്ങനെ അപ്പോ ഈ രൂപത്തിലാണ് ഇത് വിന്യസിക്കപ്പെട്ടിട്ടുണ്ടാവുക.
ആ രൂപത്തിൽ നിൽക്കുന്ന ഒന്നിനെയാണ് വ്യവസ്ഥ എന്ന് പറയുക. പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വ്യവസ്ഥകളാണ് എന്ന രീതിയിലാണ് നമ്മൾ വ്യവസ്ഥാ വീക്ഷണത്തെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് ജീവൻ, എന്താണ് ഞാൻ എന്നൊക്കെ പിടികിട്ടുക. അപ്പോ ഈ പൊതുവായി പറയുന്ന ഈ എന്നിനെയാണ് വ്യവസ്ഥാ നിയമം എന്ന് പറയുക. ഈ വ്യവസ്ഥാ നിയമം പ്രകാരം ഓരോ വ്യവസ്ഥയും മുഖ്യമായ 6 വിന്യാസങ്ങൾ പ്രകടമാക്കാറുണ്ട്. 6 തരം വിന്യാസങ്ങൾ പ്രകടമാക്കാറുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞൊരു കാര്യം, അതായത് ഒരു വലിയ വ്യവസ്ഥയ്ക്കകത്ത് ഈ വ്യവസ്ഥയ്ക്കകത്ത് അതിന്റെ കുഞ്ഞു വ്യവസ്ഥ. അപ്പോ കൂടുകൾക്ക് ഒരു വലിയ കൂട്, അതിനകത്ത് ചെറിയ കൂട്, അതിനകത്ത് ചെറിയ കൂട് എന്നുള്ള രീതിയിൽ കൂടായ വിന്യാസം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതൊരു വിന്യാസമാണ്, അല്ലെങ്കിൽ പാറ്റേൺ എന്ന് പറയും. അപ്പൊ അതുപോലെ മറ്റൊരു വിന്യാസമാണ് ചാക്രിക വിന്യാസം. എല്ലാ വ്യവസ്ഥകളും ചാക്രികമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ചാക്രിക പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ശരീരം വൈകുന്നേരം ആകുമ്പോൾ ഉറങ്ങും, രാവിലെ ആകുമ്പോൾ ഉണരും. ഞാൻ ശ്വസിക്കുന്നത് ഒരിക്കൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീരില്ല, വീണ്ടും ശ്വസിക്കും. ഇങ്ങനെ ചാക്രികമായി വ്യവസ്ഥകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഈ പറയുന്ന വിന്യാസങ്ങളെല്ലാം, നമ്മൾ 6 തരം വിന്യാസങ്ങളെ കുറിച്ച് പറഞ്ഞു. അതായത് 6 തരം വിന്യാസങ്ങൾ ആണ് മുഖ്യമായും ഒരു വ്യവസ്ഥയാക്കി നിലനിർത്തുന്നത്. അപ്പോൾ അതില് ആ വ്യവസ്ഥകളിൽ ഈ ബന്ധങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതില് ചാക്രിക വിന്യാസം എന്ന് പറയുന്ന ചാക്രിക വിന്യാസത്തില് കാരണഫല ബന്ധമാണ് മുഖ്യം. ചാക്രിക വിന്യാസം എന്ന് പറയുന്നത് ഇപ്പോ ദിനരാത്രങ്ങൾ ഭൗമ വ്യവസ്ഥയുടെ ഒരു വിന്യാസമാണ്. ഭൗമ വ്യവസ്ഥയുടെ സ്വഭാവമാണ് ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത്. ഒരു ദിനം അവസാനിക്കുന്നിടത്ത് അടുത്ത ദിനം തുടങ്ങുകയായി. ഈ രീതിയിൽ ഇതിങ്ങനെ ചാക്രികമായി സംഭവിക്കും. അത് ആദ്യവും അന്തവും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഈ ആദ്യന്ത ബന്ധം നിലനിർത്താനുള്ള അതിന്റെ ശ്രമമാണ് ചാക്രികത എന്ന് പറയുന്നത്. ആദ്യവും അന്തവും ഒരുമിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ ആ സാധനം നേർരേഖ പോലെ ഇരിക്കും. നമ്മളൊരു കമ്പി എടുക്കുക, ആ കമ്പിയെ അതിന്റെ 2 അറ്റവും ഒരുമിപ്പിക്കാൻ ഒരു വെൽഡർ ശ്രമിക്കുന്നു എന്നിരിക്കട്ടെ. ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ശ്രമത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നത് വൃത്തമാണ്. അയാൾ അത് ആദ്യവും അന്തവും ഒരുമിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല, അത് കിട്ടുന്ന പോലെയാണെന്ന് വെച്ചാൽ അത് വൃത്തരൂപത്തിലല്ല, പിന്നെ അതിന്റെ തുടക്കത്തിൽ ആ ഒടുക്കം കാണാൻ കഴിയില്ല. നമ്മളിപ്പോ പ്രകൃതിയിലെ ഒരു പ്രവർത്തനം നോക്കിയാൽ മഴ പെയ്യുന്നു, ആ മഴ പെയ്യുന്നത് ഭൂമിയിൽ കിടക്കുന്നു, വെയിൽ കൊള്ളുന്നു, അത് ആവിയായി മോളിൽ പോകുന്നു. ആ മോളിൽ പോകുന്ന ആവി വീണ്ടും തണുത്തിട്ട് അത് മഴയായിട്ട് താഴോട്ട് പെയ്യുന്നു. ഇത് ആ ആദ്യവും അന്തവും ഒരുമിക്കുന്ന ആ ഒരു ബന്ധം നിലനിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചാക്രിക വിന്യാസം എന്നുള്ളത് ഉണ്ടാവുന്നത്. അപ്പോ ഒരു വിന്യാസം ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടിയുള്ള ബോധത്തിന്റെ ശ്രമം കൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. ബന്ധമാണ് അവിടെ കാര്യമാകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഇപ്പോ ചാക്രിക വിന്യാസം പറഞ്ഞു. ഇനി കൂടായ വിന്യാസത്തിൽ ഘടക സമഗ്രതയുടെ ബന്ധമാണ് മുഖ്യം. ഘടകങ്ങളെല്ലാം തമ്മിൽ സമഗ്രമാകുമ്പോഴാണ് വ്യവസ്ഥ ഉണ്ടാവുന്നത്. നമ്മൾ പറഞ്ഞു സൈക്കിളിന്റെ ഘടകങ്ങളെല്ലാം കൂടെ സമഗ്രമാകും. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വെക്കുന്നതല്ല സമഗ്രത. എല്ലാം കൂടെ സവിശേഷമായ രീതിയിൽ ഒത്തുചേരുന്നതിനെയാണ് സമഗ്രത എന്ന് പറയുക. അഗ്രം, അഗ്രങ്ങൾ രണ്ടും ഒരുപോലെയാകുന്നത്, അതാണ് സമഗ്രം എന്ന് പറയുന്നത്. ആ സമഗ്രമായി ചേർത്ത് വയ്ക്കുമ്പോൾ ആ ഘടനയിൽ ഒരു സമഗ്രത വരുന്നു. ആ ഘടനാ സമഗ്രത ഉള്ളതിനെയാണ് നമ്മൾ വ്യവസ്ഥ എന്ന് പറയുക. നമ്മുടെ ശരീരത്തിൽ ഘടനാ സമഗ്രത ഉള്ളപ്പോഴാണ് ജീവൻ ഉണ്ടെന്ന് പറയുക. ഘടനാ സമഗ്രത പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ പോയി. ഒരു വിത്ത്, ആ വിത്ത് നമ്മൾ കുഴിച്ചിട്ടാൽ മുളയ്ക്കും. ആ വിത്തിനെ പൊടിക്കുന്നു നമ്മൾ, അപ്പോൾ അതിന്റെ ഘടനയുടെ സമഗ്രത നഷ്ടമാകുന്നു. പിന്നെ കുഴിച്ചിട്ടാൽ മുളയ്ക്കില്ല. നമ്മൾ ജീവനുള്ള ശരീരം ഒരു ചെറിയ മുറിവ് വന്നു കഴിഞ്ഞാൽ അത് മാറും, കാരണം ഘടനാ സമഗ്രതയുണ്ട്. മരണം സംഭവിച്ചു, ശരീരം അങ്ങനെ തന്നെയുണ്ട്, പക്ഷെ ഘടനാ സമഗ്രത ഇവയെല്ലാം തമ്മിലുള്ള പാരസ്പര്യം എന്നുള്ള സംഭവം നഷ്ടമാകുന്നു. ആ നഷ്ടമായി കഴിയുന്നതോടുകൂടി ഈ ശരീരത്തിൽ മുറിവ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ കിടക്കുകയുള്ളൂ, മാറില്ല. അപ്പോ ഈ കൂടായ വിന്യാസം എന്ന് പറയുന്ന സംവിധാനത്തില് ഒരു വലിയ കൂട്, ആ കൂടായ വിന്യാസത്തിനകത്ത് ഉള്ള ഘടകങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള സമഗ്രതയിലാണ് കൂടുണ്ടാവുന്നത്. അപ്പൊ ഇത് ഒരു മുഖ്യ ബന്ധമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഒരു വിന്യാസത്തിന് ഒരുപാട് ബന്ധങ്ങൾ കാരണമാകുന്നുണ്ട്. അപ്പോ മുഖ്യ ബന്ധമാണ് ഈ സമഗ്ര ഘടക സമഗ്രത എന്ന് പറയുന്നത്. ഇനി ഇപ്പോ നമ്മള് ചാക്രിക വിന്യാസത്തിലെ ബന്ധം കണ്ടു, കൂടായ വിന്യാസത്തിലെ ബന്ധം കണ്ടു. പിന്നെ അടുത്തത് പ്രവാഹ വിന്യാസമാണ്. പ്രവാഹ വിന്യാസം എന്ന് വെച്ചാൽ എല്ലാ വ്യവസ്ഥകൾക്കകത്തുകൂടിയും അതിന്റെ പരിസരം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ അന്തരീക്ഷത്തിനകത്തൂടെ പ്രവഹിക്കുകയാണ്.
ഒരു ചെടിക്ക് അകത്തുകൂടെ അതിന്റെ പരിസരം പ്രവഹിക്കുന്നത് കൊണ്ടാണ് ആ ചെടിക്ക് ചെടിയായി നിൽക്കാൻ കഴിയുന്നത്. ഈ ചെടി അതിന് ചുറ്റുമുള്ള പരിസരത്തിലൂടെ പ്രവഹിക്കുന്നത് കൊണ്ടാണ് ആ പരിസരത്തിന് ജൈവ വൈവിധ്യത്തോടുകൂടി നിലനിൽക്കാൻ കഴിയുന്നത്. അപ്പൊ ഇതാണ് പ്രവാഹ വിന്യാസം എന്നുള്ളത്. അപ്പൊ ഈ പ്രവാഹ വിന്യാസത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതിലുള്ളത് അതിലേക്കും അതിലുള്ളത് ഇതിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കൈമാറ്റം ചെയ്യുക. ആ കൈമാറ്റ ബന്ധം എന്നുള്ള ബന്ധമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാഹ വിന്യാസം എക്സിസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രവാഹ വിന്യാസം ഉണ്ടാകേണ്ടുന്നതിന്റെ ആവശ്യകത ഈ കൈമാറ്റമാണ്. കൈമാറ്റ ബന്ധം നിലനിർത്താൻ വേണ്ടിയാണ് ബോധം പ്രവാഹ വിന്യാസത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോ രക്തം ശരീരത്തിലൂടെ ഒഴുകുക എന്ന് പറയുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ഭാഗത്തുള്ളത് കുറെ ഘടകങ്ങളെ എടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കാൻ പറ്റും. ഓക്സിജൻ പലയിടത്തേക്ക് എത്തിക്കാൻ വേണ്ടി, പോഷകങ്ങൾ പലയിടത്തേക്ക് എത്തിക്കാൻ വേണ്ടി ആണ് രക്തത്തിന്റെ ഒഴുക്ക് തന്നെ. അപ്പോൾ രക്തത്തിന്റെ പ്രവാഹത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഘടകങ്ങളുടെ കൈമാറ്റമാണ്. വെറും ഘടകങ്ങളല്ല, നമ്മളതിന്റെ പരിസര ഘടകങ്ങൾ എന്നാണ് പറയുക. പരിസര ഘടകങ്ങളുടെ കൈമാറ്റം കൊണ്ടാണ് ഈ ബന്ധം ഉണ്ടാകുന്നത്. കൈമാറ്റം എന്നുള്ള ബന്ധം കൊണ്ടാണ് ഈ പ്രവാഹ വിന്യാസം ഉണ്ടാകുന്നത്. അപ്പോ ചാക്രിക വിന്യാസം പറഞ്ഞു, കൂടായ വിന്യാസം പറഞ്ഞു, പ്രവാഹ വിന്യാസം പറഞ്ഞു. ഇനി 6 വിന്യാസങ്ങളാണ്, അതിൽ 3 പറഞ്ഞു. ഇനി 4മത്തേത് ജാലികാ വിന്യാസം, എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിൽ പരസ്പര ആശ്രിതത്വ ബന്ധമാണ് ഉള്ളത്. പരസ്പര ആശ്രിതത്വം. ഞാൻ എനിക്ക് അകത്തുള്ള ഘടകങ്ങളെ ആശ്രയിക്കുന്നു. എന്റെ ഹൃദയത്തെ ആശ്രയിക്കുന്നുണ്ട്, എന്റെ കിഡ്നിയെ ആശ്രയിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ വെയിലിനെ ആശ്രയിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ജലത്തെ ആശ്രയിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ എവിടെയോ പഞ്ചാബിലുള്ള ഏതോ കൃഷിയിടത്തിൽ ഉണ്ടായ ഉരുളക്കിഴങ്ങിനെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോ ഈ പരസ്പര ആശ്രിതത്വം എന്നുള്ള ഒരു അവസ്ഥ, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും തമ്മിലുള്ള പരസ്പര ആശ്രയത്വമുണ്ട്. ഞാൻ പർട്ടിക്കുലർലി ഞാനായിരിക്കുന്ന സമയത്ത് എന്നെ ഇപ്പോൾ നിലനിർത്താൻ പാകത്തിലുള്ള ചില ഘടകങ്ങളുമായിട്ട് മാത്രമേ ഞാൻ ഇപ്പോൾ ബന്ധത്തിലാകത്തുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഘടകങ്ങളുമായിട്ടും ഞാൻ ആശ്രയത്വത്തിലാണ്. ആ ആശ്രയത്വം ആണ് ജാലികാ വിന്യാസത്തിന്റെ നിദാനം. ജാലികാ വിന്യാസം, നെറ്റ്വർക്ക് പാറ്റേൺ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് കാരണം എന്ന് പറയുന്നത് ഈ പരസ്പര ആശ്രയത്വമാണ്. അപ്പൊ 4 പിന്നെ ഭക്ഷ്യജാലം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷ്യ ശൃംഖല ഉണ്ടല്ലോ, അത് ഇതിന് ഉദാഹരണമാണ്. ഇനി അടുത്തത് വികാസ വിന്യാസമാണ്. എല്ലാ വ്യവസ്ഥകളും വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഏതുവരെ? അതിന്റെ വളർച്ചയുടെ പരിധി വരെ. നമ്മുടെ ശരീരം വികസിച്ചിട്ടുണ്ട്, ജനിച്ച കാലം മുതൽ വികസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴോ അതിനൊരു പരിധി എത്തി, അപ്പൊ അവിടെ നിന്നു. അതാണ് വളർച്ചാ പരിധി എന്ന് പറയുന്നത്, സൈസ് റൈറ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് വികാസ വിന്യാസം എന്ന് പറയുന്നത്. അതിലൂടെ രൂപാന്തര ബന്ധമാണ് ഉണ്ടാകുന്നത്. എന്താണ് ഈ രൂപാന്തര ബന്ധം? ഏതൊരു സത്തയും ഇപ്പോ ഒരു ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയുള്ള ഒരു സത്ത, ഇപ്പൊ ഞാന് നാളെ വലിയൊരു മല ഇളക്കാനുള്ളതാണ്. മല ഇളക്കാൻ വേണ്ടിയുള്ള ഞാൻ ഇപ്പോൾ ജനിച്ചു വീണത് കൈക്കും കാലിനൊന്നും വല്ലമില്ലാത്ത എലിക്കുഞ്ഞിനെ പോലൊരു ഒരു ജീവിയായിട്ടാണ്. ആ ഞാൻ എന്റെ പരിസരത്ത് നിന്നും വേണ്ടുന്ന ഘടകങ്ങളെ സ്വീകരിച്ച് പ്രവർത്തിച്ച് എന്റെ മസിലുകൾ പെരുപ്പിച്ച് ശരീരം വളർത്തി അതിനനുസരിച്ച് ഞാൻ രൂപാന്തരം ചെയ്യുമ്പോഴാണ് ഈ മലയിളക്കൽ എന്നുള്ള പരിപാടി സാധ്യമാകുമോ. മലയിളക്കൽ എന്നുള്ള ഒരു ധർമ്മം നടക്കണമെങ്കിൽ ഞാൻ അതിനു മുമ്പ് തന്നെ ഈ മലയിളക്കാൻ പാകത്തിലുള്ള രൂപത്തിലേക്ക് ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ടാവണം. ആ രൂപത്തിന്റെ പരിണാമം, ആ രൂപാന്തര ബന്ധമാണ് വികാസ വിന്യാസത്തിന് കാരണം. അപ്പോ ഇത് നമുക്ക് കാണാവുന്ന ഒരു വിത്തും വൃക്ഷവും കൂടെ ചേർന്ന് വൃത്തായി പോയി. വിത്ത് വൃക്ഷമാകുന്നത്, ഒരു വിത്ത് വൃക്ഷമായി തീരുന്നത് രൂപാന്തര ബന്ധം കൊണ്ടാണ്. രൂപാന്തരം അവിടെ സംഭവിക്കേണ്ടതുണ്ട്. രൂപങ്ങൾ, ഈ ആദ്യ രൂപവും അന്ത്യരൂപവും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ഇതിനിടയിലുള്ള പല ഘട്ടങ്ങളുണ്ട്. ഈ രൂപാന്തരം എന്നുള്ള ആ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടിയാണ് വികാസ വിന്യാസം നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ രൂപാന്തര ബന്ധം നിലനിൽക്കുന്നത് കൊണ്ടാണ് വികാസ വിന്യാസം പ്രത്യക്ഷമാകുന്നത്. ഇനി അടുത്തത് ചലനാത്മക തുലനത അല്ലെങ്കിൽ ഡൈനാമിക് ബാലൻസ് എന്ന് പറയുന്ന വിന്യാസമാണ്. ഇത് സന്തുലന ബന്ധമാണ് മുഖ്യം. സന്തുലനം. ഇപ്പോ ഒരു വാട്ടർ ടാങ്കില് 2 വാട്ടർ ടാങ്കുകൾ, ഒരു ടാങ്കിൽ അല്പം കൂടുതൽ വെള്ളമുണ്ട്, ഇവിടെ ഒരു ടാങ്കിൽ അല്പം കുറഞ്ഞ വെള്ളമുണ്ട്. ഇവ തമ്മിൽ നമ്മളൊന്ന് ബന്ധിപ്പിച്ചാൽ ഈ കൂടുതലുള്ളതിൽ നിന്ന് കുറഞ്ഞതിലേക്ക്, കൂടുതലുള്ള പൊട്ടൻഷ്യാലിറ്റിയിൽ നിന്ന് കുറഞ്ഞ പൊട്ടൻഷ്യാലിറ്റിക്ക് വെള്ളം ഒഴുകിയിട്ട് പതുക്കെ ഇങ്ങനെ വന്നത് സന്തുലനമായി തീരും. ഈ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയുള്ള ബോധത്തിന്റെ ശ്രമം,
അപ്പൊ സന്തുലനം എന്നുള്ള ബന്ധത്തിലൂടെയാണ് ചലനാത്മക തുലനം, അതായത് ഡൈനാമിക് ബാലൻസ് സംഭവിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ താപനില ഉണ്ടല്ലോ, അത് കൂടിയാൽ അത് കുറയ്ക്കും, കുറഞ്ഞാൽ അത് കൂട്ടും എന്നുള്ള രീതിയിൽ ശരീരം പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അന്തരീക്ഷത്തിന്റെ താപനില ഭൂമി കൈകാര്യം ചെയ്യുന്നില്ല. ഇതെല്ലാം ഈ ചലനാത്മക തുലനതയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ ഇപ്പോ നമ്മൾ 6 വിന്യാസങ്ങളെ കുറിച്ചാണ് ഒരു വ്യവസ്ഥയിൽ ഇപ്പൊ പറഞ്ഞത്. ഈ 6 അല്ല എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 6 അല്ല, ഒരുപാടുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും മുഖ്യമായ പ്രചാരത്തിലുള്ള ഏറ്റവും മുഖ്യമായിട്ടുള്ള 6 വിന്യാസങ്ങളാണ് ഈ പറഞ്ഞത്. ഈ 6 വിന്യാസങ്ങളുടെയും പുറകിൽ അത് ഉണ്ടാകുന്നതിന് കാരണം വ്യവസ്ഥ ചില ബന്ധങ്ങൾ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. വ്യവസ്ഥ ബന്ധങ്ങൾ വ്യവസ്ഥ എന്നുള്ളതിനേക്കാളും കൂടുതൽ ബോധം എന്ന് പറയാം. ബോധം വ്യവസ്ഥയിൽ ചില ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രദ്ധിക്കുന്നു. ആ ശ്രദ്ധയുടെ ഭാഗമായിട്ടാണ് പ്രകടമായ ഈ 6 വിന്യാസങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. ഏത് വിന്യാസവും, പ്രകൃതിയിലെ ഒരു വ്യവസ്ഥയിലെ ഏത് വിന്യാസത്തെ എടുത്തു കഴിഞ്ഞാലും അതിന്റെ എല്ലാം പുറകിൽ ചില ബന്ധങ്ങളുണ്ട്. നമ്മുടെ ശരീര വ്യവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിലെ ഓരോ വിന്യാസവും പ്രവർത്തിക്കുന്നതിന് കാരണമാവും. നമുക്ക് രോഗം വരുന്നു. ആ രോഗം വരുന്നു എങ്കിൽ ആ രോഗം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരം നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിരന്തര പ്രവർത്തനത്തിലൂടെ ശരീരത്തിന് തേയ്മാനം സംഭവിക്കും, ശരീരത്തിന്റെ ഊർജം നഷ്ടമായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഊർജം നഷ്ടമാകുന്ന സമയത്ത് ഇത് പുനഃസ്ഥാപിക്കാതിരുന്നാൽ ശരീരത്തിന്റെ ആ നിരന്തര പ്രവാഹത്തിൽ ഉണ്ടാകുന്ന തേയ്മാനം അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവസാനം ശരീരം നിന്നുപോകും. അപ്പോൾ ശരീരം എന്താ വെച്ചാൽ പ്രവർത്തിക്കാനുള്ള ആ സുഖത്തിനകത്തൊരു ഭംഗം വരുത്തും. അപ്പോൾ ആ സുഖം വരും, സുഖക്കേട് വരും. സുഖക്കേട് വന്നു കഴിയുമ്പോൾ ശരീരത്തിന് പ്രവർത്തിക്കാൻ കഴിയാതെയാവും. പ്രവർത്തിക്കാൻ കഴിയാതെ ആകുമ്പോൾ ഊർജ്ജനഷ്ടം ഒഴിവാകും. ഊർജ്ജനഷ്ടം ഒഴിവാകുന്ന സമയത്ത് ശരീരത്തിന്റെ പുനർനിർമ്മിതിയുടെ സ്വഭാവം, റെസിലിയൻസ് എന്നുള്ള സ്വഭാവം പ്രവർത്തിക്കും. റെസിലിയൻസ് എന്നുള്ള സ്വഭാവം പ്രവർത്തിക്കുന്ന സമയത്ത് ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് വരും. പൂർവ്വസ്ഥിതിയിലേക്ക് വന്നാൽ ശരീരം ആരോഗ്യമായി. അതിനുശേഷം വീണ്ടും പ്രവർത്തനത്തിലേക്ക് തിരിയും. അപ്പൊ ഈ വിധത്തില് ഇവയെല്ലാം തമ്മിൽ ബോധം കണക്ട് ചെയ്ത് ഇതെല്ലാം ബാലൻസ് ചെയ്ത് നിർത്താൻ, ഇവയെല്ലാം ക്രമമായി കൊണ്ടുപോകാൻ, ആ ക്രമം സൂക്ഷിക്കാൻ ഒക്കെയുള്ള ഒരു സവിശേഷമായ വിവേകപൂർണമായ ഒരു സങ്കേതം ബോധം ഉപയോഗിക്കുന്നുണ്ട്. ആ ബോധത്തിന്റെ സങ്കേതത്തിന്റെ പേരാണ് ബന്ധം എന്നത്. ഈ ബന്ധങ്ങൾ വഴിയാണ് നമ്മൾ ഇങ്ങനെ ശരീരത്തിൽ കാണുന്ന, ജീവിതത്തിൽ കാണുന്ന, ഒരു യന്ത്രത്തിൽ കാണുന്ന വിന്യാസം മുഴുവൻ ഉണ്ടാകുന്നത്. ഒരു കൃഷിയിടത്തിൽ നമ്മളൊരു ഒരു പ്രതിഭാസത്തെ കാണുന്നു. പ്രതിഭാസം എന്ന് വെച്ചാൽ ഓരോന്നിലും തെളിഞ്ഞു കാണുന്നത്. അങ്ങനെ പ്രതിഭാസത്തെ കാണുന്നു. ആ പ്രതിഭാസത്തിന് അകത്ത് നമ്മൾ കാണുന്ന, അല്ലെ പ്രതിഭാസമായി നമ്മൾ കാണുന്നതിന്റെയൊക്കെ പുറകില് ഒരു വിന്യാസമുണ്ട്. വിന്യാസത്തിന് കാരണമാകുന്നത് ബന്ധമാണ്. അപ്പൊ ഇതില് നമുക്ക്, ഞാനിപ്പോ പറഞ്ഞു, ഇപ്പൊ കൃഷിയുടെ കാര്യം പറഞ്ഞതും ഇതൊക്കെ നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയിൽ പ്രവർത്തനം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിന്റെ കാര്യകാരണ ബന്ധങ്ങൾ നമ്മൾ അറിയുന്നേ ഇല്ല. അതൊന്നും പ്രകടമാകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിഭാസം എന്ന് പറയാൻ കഴിയില്ല, പ്രതിലീനം എന്ന് പറയണം. അപ്പോ പ്രതിലീനമായിട്ട്, അതായത് ഓരോന്നിലും അടങ്ങിയിരിക്കുന്നത്, ഓരോന്നിലും ലീനമായിരിക്കുന്ന ബന്ധങ്ങൾ, ഇത് പ്രകടമായി കാണില്ല. ഇപ്പൊ ആദ്യത്തെ ബന്ധം എന്നുള്ളത് നമുക്ക് ആദ്യം അന്തവും ഒരുമിച്ച് വെൽഡ് ചെയ്തപ്പോ ഒരു കമ്പി കഷ്ണം വട്ടത്തിലായി. പക്ഷെ നമുക്കിത് ഇതിന്റെ ആദ്യം ഏറ്റവും കാണാൻ കഴിയുന്നില്ല. അപ്പൊ വട്ടത്തിലാണോ നീളത്തിലാണോ നമുക്കറിയില്ല. ഭൂമിയുടെ ഒരു പരിധി വെച്ചാൽ വട്ടവും നീളവും നമുക്കറിയില്ല. നമ്മളങ്ങനെ അനുമാനിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അനുമാനിക്കുന്ന 100 കോടിക്കണക്കിന് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ ഈ നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാൽ അവിടെ ഇല്ല എന്നല്ല അതിനർത്ഥം. അതൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അതിന് പ്രതിലീനം എന്ന് പറയുന്നത്. അങ്ങനെ പ്രതിലീന ബന്ധങ്ങൾ വഴിയാണ് സ്ഥിതികത്വമുള്ള വ്യവസ്ഥകൾ അതായി നിലനിർത്തുന്നത്. ഏതൊരു വ്യവസ്ഥയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ വിന്യാസങ്ങളുണ്ട്, അതിന്റെ പുറകിൽ അതിൽ ലീനമായിരിക്കുന്ന ബന്ധങ്ങളുണ്ട്. അത് ശരീരത്തിലാണെങ്കിലും ശരി, മണ്ണിലാണെങ്കിലും ശരി, സൊസൈറ്റിയിലാണെങ്കിലും ശരി, മനസ്സിലാണെങ്കിലും ശരി, പ്രപഞ്ച വ്യവസ്ഥയിലാണെങ്കിലും ശരി, ഇത് ഇങ്ങനെയാണ് പ്രവർത്തിക്കുക. അപ്പോൾ ബന്ധങ്ങൾ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ബന്ധങ്ങളെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കാര്യങ്ങളെ വേണ്ടുന്ന വിധം ഉപയോഗിക്കാനോ പ്രയോഗിക്കാനോ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ബന്ധങ്ങൾ എത്രയുണ്ട്, എത്രത്തോളം ഉണ്ട്, എവിടെയെല്ലാം ഉണ്ട് എന്നുള്ളത് നിരീക്ഷിച്ചു തുടങ്ങുക. ആ നിരീക്ഷണത്തോടു കൂടി നമുക്ക് നമ്മുടെ തിരിച്ചറിവുകളിലേക്ക് പോകാം. തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള പലതരം ബന്ധങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്